കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നിമിഷം, ഒരു പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. ദൈവമക്കളെ, ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി കർത്തൃസന്നിധിയോട് അടുത്തു വരുവാൻ, വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിൽ ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ജീവിതത്തിൽ സാവകാശം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വചനദീപ്തിയിലുള്ള പ്രേക്ഷകരോടായിട്ട് എനിക്ക് പറയുവാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു പോവുകയാണ്. കർത്താവ് നമ്മളെ നടത്തുന്നു. ഈ വചനദീപ്തിയുടെ സാക്ഷി കൂടാരത്തിലൂടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഇന്ന് പകൽക്കാലത്തിങ്കൽ ഉള്ള സാക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യണം. നമ്മുടെ സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വന്ന് സാക്ഷ്യം പറയുന്ന ഓരോ പ്രിയപ്പെട്ടവരും അനുഗ്രഹീതരായ കർത്തദാസിദാസന്മാരാണ്. ദൈവം അവരെ നടത്തിയ വിധങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ, അവരുടെ ജീവിത അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് അനുഗ്രഹമായി മാറുകയും നാം മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരേണ്ടതിന് ഈ സാക്ഷ്യം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ മറന്നു പോകരുത് എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആമേൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് കർത്താവിന്റെ ദാസി ജയലക്ഷ്മി കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവിൽ തന്റെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാനും തന്റെ ജീവിത അനുഭവങ്ങൾ ഓരോന്നോരോന്നായി പറയുവാനും ഇടയാകും. ധാരാളം അനുഭവങ്ങൾ കർത്താവിന്റെ ദാസിക്ക് നമ്മളോട് ഷെയർ ചെയ്യുവാനുണ്ട്. കർത്താവ് നടത്തിയ വിധങ്ങൾ ഓരോന്നും വർണ്ണിച്ചാൽ എത്ര മാത്രം വർണ്ണിച്ചാലും മതി വരത്തില്ല. യഹോവ എനിക്ക് നന്മ ചെയ്തു, ഞാൻ എന്ത് പകരം ചെയ്യും? രക്ഷയുടെ പാനപാത്രം എടുത്ത് അവനെ മഹത്വപ്പെടുത്തുക, അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. ആകയാൽ ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളാകുവിനെന്ന് കൽപ്പിച്ച കർത്താവിന്റെ നാമത്തെ ഇന്ന് ഉയർത്തുവാൻ കർത്തദാസി കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ നടുവിലേക്ക് ക്ഷണം സ്വീകരിച്ചു വന്ന കർത്തദാസിയെ ദൈവനാമത്തിൽ ഞങ്ങൾ സാക്ഷ്യ കൂടാരത്തിലേക്ക് കർത്തദാസിയെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്നും തന്റെ ഭവനത്തിൽ ആരൊക്കെ ഉണ്ട് എന്നും രണ്ട് വാക്കിൽ പരിചയപ്പെടുത്തിയിട്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്തദാസിയുടെ സാക്ഷ്യം തുടരാം. തന്റെ ബാല്യകാലത്തിലെ നല്ല ഓർമ്മകൾ, തന്റെ യൗവനത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങൾ, അപ്പോൾ തന്നെ കർത്താവിനെ അറിയുവാൻ, ഒരു ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ അറിയുവാൻ കർത്താവ് ഒത്തിരി അവസരങ്ങൾ തന്നല്ലോ. എല്ലാറ്റിനായിട്ടും സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്തദാസിക്ക് സമയം വേർതിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ജയലക്ഷ്മി. ഈ വചനദീപ്തിയിലേക്ക് സ്വാഗതം ചെയ്ത കർത്താവിന്റെ ദാസിക്കായിട്ട് നന്ദി പറയുന്നു. എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുര എന്ന സ്ഥലത്താണ്. എനിക്ക് 2 കുട്ടികൾ, മോനും മോളും. കർത്താവിന്റെ ദാസി ഇന്ന് പകൽക്കാലം മോനും മോള് എന്ത് ചെയ്യുന്നു? മോൻ ഒരു ചെറിയൊരു വീഡിയോയുടെ എഡിറ്റിങ്ങിന്റെ പരിപാടിയായിട്ടാണ് നിൽക്കുന്നത്. മോള് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. 2 പേരും വിവാഹം കഴിഞ്ഞു, ഓരോ കുട്ടികൾ വീതം അവർക്കുണ്ട്. പേരക്കുട്ടികളുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയ അതെ. കർത്താവിന്റെ ദാസി ബാല്യത്തിലെ നല്ല ഓർമ്മകൾ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് എങ്ങനെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു? സാക്ഷ്യങ്ങൾ തുടരാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്റെ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്റെ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി.
സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതയാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകളാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ താമസിക്കുന്നത് നേരത്തെ പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുര എന്ന ദേശത്താണ് താമസിക്കുന്നത്. അച്ഛന്റെ അമ്മയുടെയും, അച്ഛന്റെ പേര് നീലകണ്ഠൻ നായർ, അമ്മയുടെ പേര് തങ്കമ്മ. അച്ഛന്റെ അമ്മയുടെ 7 മക്കളിൽ 7ാമത്തെ മകളായി ജനിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ഒരു ദൈവിക ഭക്ത കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ജനിപ്പാൻ ഭാഗ്യം തന്നു. കാരണം അമ്മ നല്ല ദൈവഭക്തയായിരുന്നു. 7 മക്കളെയും അവരുടെ ചിട്ടയിലും എല്ലാത്തിനും എല്ലാ മക്കളെയും വളർത്തി പോന്നു. അതിൽ 7ാമത്തെ കടക്കുട്ടിയായ എനിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാവിധ കൊഞ്ചലും എല്ലാം എനിക്ക് തന്നിരുന്നു. ദൈവത്തിന് കോടി നന്ദി. എന്റെ ബാല്യകാലം എന്ന് പറയുന്നത്, എന്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് ആണ്. അതിനൊരു പിന്നിലൊരു ഇതുണ്ട്. ഞാന് 1984 SSLC എഴുതി. പക്ഷെ ആ വർഷം എനിക്ക് ഫെയിൽ ആവേണ്ടി വന്നു, കുറച്ച് മാർക്കിന്റെ വ്യത്യാസത്തില്. അപ്പൊ എനിക്ക് അടുത്ത വർഷം എഴുതാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്റെ അച്ഛന്റെ കാല് ഓപ്പറേഷൻ ആയിട്ട് മെഡിക്കൽ കോളേജിൽ കടക്കവേ. അപ്പം പിറ്റേ വർഷം എനിക്ക് എഴുതാൻ പറ്റിയില്ല. എനിക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു SSLC പാസ്സാകണം എന്നുള്ള കാര്യം. അങ്ങനെ തുടർന്നുള്ള വർഷങ്ങളൊന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല. 1989 എനിക്ക് തിരുവനന്തപുരത്തുള്ള തിരുമലയിലുള്ള IIT കോളേജിൽ എനിക്ക് 2ാമത് ചേർന്ന് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അത് എന്റെ ആഗ്രഹപ്രകാരമാണ്. കാരണം എന്റെ കൂടെയുള്ളവരെല്ലാവരും SSLC ജയിച്ചു, ഞാൻ ആ വർഷം തോറ്റു. അപ്പൊ എനിക്ക് അന്നേ ഒരു ആഗ്രഹമായിരുന്നു SSLC പഠിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുള്ളത്. അങ്ങനെ 89 എഴുതി, ദൈവകൃപയാൽ ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ഞാൻ പോയില്ല. പുസ്തകം കണ്ടപ്പോഴേ എന്റെ തല കറങ്ങി. കാരണം മലയാളം മീഡിയം പഠിച്ച എനിക്ക് ഇംഗ്ലീഷ് കണ്ടപ്പോഴേ എനിക്ക് ബോധം പോയി എന്റെ. അപ്പോ തുടർന്ന് പഠിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നല്ല, പഠിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. തുടർന്ന് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനായിട്ട് എന്റെ വീട്ടുകാർ എന്നെ വിട്ടു. അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് മലയാളവും ലോവറും ഒക്കെ പാസ്സായി, ഇംഗ്ലീഷും ലോവറും ഹയറും ഒക്കെ പാസ്സായി. അപ്പൊ ആ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ടൈപ്പിസ്റ്റ് ആവുക എന്നുള്ളത്. കാരണം അങ്ങനെ ആ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഒരു ഓഫീസിലോട്ട് എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ടൈപ്പിസ്റ്റ് ആവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. അങ്ങനെ 89 അങ്ങനെ ഒരു കൃപ തന്നു ദൈവം. പിന്നെ എന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ 1990 നവംബർ മാസം 1-ാം തീയതിയാണ്. വീട്ടുകാരൊക്കെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു. 23ാമത്തെ വയസ്സിൽ. ഭർത്താവിന്റെ പേര് വത്സലകുമാരൻ നായർ എന്നായിരുന്നു. കൃഷിക്കാരനാണ്. അങ്ങനെ നല്ലൊരു കുടുംബ ജീവിതം ദൈവം എനിക്ക് തന്നു. സന്തുഷ്ടമായ ജീവിതം, സ്നേഹനിർഭരമായ ഒരു ഭർത്താവ്, നല്ലതുപോലെ അന്വേഷിക്കുന്ന ഒരു മകൻ. അതിൽ ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു, മകനും മകളും. മോന്റെ പേര് ഉണ്ണി, വെളിയില് ജയദേവൻ എന്ന് വിളിക്കും. മോളുടെ പേര് ജയശ്രീ, ഉമ, വീട്ടില് വിളിക്കും. 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. ഞങ്ങളുടെ 2 മക്കളും ഞങ്ങളുമായിട്ട് നല്ല ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ ജീവിക്കവേ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയുണ്ടായി. അതായത് കുടുംബത്തിലുള്ള വഴക്കും, മെയിനായിട്ട് പറയുവാണെങ്കിൽ വഴിത്തർക്കം. അതാണ് എനിക്ക് എടുത്തു പറയാൻ നിർവാഹമില്ല. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ പറയുന്നു,
കുടുംബത്തിൽ ചിലർ വഴക്കുണ്ടായിരുന്നു, നല്ല വഴക്ക്, ബഹളം. എന്നാൽ എന്റെ ചേട്ടന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു ബാധ്യത ഒന്നുമില്ലായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ നമുക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസരം, സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കണ്ട മാർഗം എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ആ സമയത്ത് ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ, എല്ലാവരും ഞങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. എവിടെയും ഞങ്ങൾക്ക് ഒരുമിച്ച് അച്ഛനും അമ്മയും സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും ആ സമയത്ത് ഞങ്ങൾക്കൊന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അപ്പം ലോകത്തോട് വിട പറയുക എന്നുള്ളതായിരുന്നു. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, നമുക്ക് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഒറ്റപ്പെട്ടു പോയി, അപ്പം നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഇത് എന്റെ ജീവിതത്തിൽ കേട്ട ആദ്യത്തെ ഒരു അത്ഭുതമായിരുന്നു. കാരണം എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ നല്ല സന്തോഷത്തിലും സമാധാനത്തിലുമായിരുന്നു. ചേട്ടന്റെ ജീവിതത്തിലായിരുന്നാലും നല്ല സമാധാനമായിരുന്നു. പക്ഷെ ഇങ്ങനൊരു വാക്ക് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു പോയി. ആത്മഹത്യ. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യാം, കുട്ടികളെയും കൂടി കൂട്ടാം. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടികളെ കൂട്ടണ്ട. അപ്പൊ പറഞ്ഞില്ല, ഞങ്ങൾ ഉള്ളപ്പോഴേ കുട്ടികളെ എല്ലാവരും മാറ്റിയേക്കാം. അങ്ങനെ ഒരു അവസരമായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ 1997 ഏപ്രിൽ മാസം 11-ാം തീയതി ചേട്ടൻ വിഷം വാങ്ങിച്ചുകൊണ്ട് വന്നു. അന്ന് വൈകുന്നേരം നമ്മുടെ അന്നൊക്കെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തന്നു. എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിൽ പോവുക, പൊങ്കാല ഇടുക, അങ്ങനെയൊക്കെയുള്ള ഹൈന്ദവ മാർഗത്തിലൂടെയാ. അപ്പൊ അന്ന് ഈ മരിക്കുന്നതിന്റെ അന്ന് വൈകുന്നേരം തിരുവനന്തപുരം തമ്പാനൂരുള്ള ഗണപതി ക്ഷേത്രത്തിൽ എന്നെ ചേട്ടൻ മക്കളായിട്ട് പോയി. അവിടെ ചെന്ന് തൊഴുകയും അർച്ചന കഴിപ്പിക്കുകയും ചുറ്റമ്പലം വയ്ക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് മരിക്കാനുള്ള ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു, ഇപ്പം പോയാൽ വീട്ടിലെല്ലാവരും ഉണർന്നിരിക്കും, അതുകൊണ്ട് നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് നടന്ന സൂപ്പർമാൻ സിനിമ കാണാനായിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പൊ ഭയങ്കര ക്യൂ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ക്യൂവിൽ നിൽക്കുക, ടിക്കറ്റ് എടുക്ക്, ഞാൻ കുട്ടികളെ നോക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കുഞ്ഞിനന്ന്, എന്റെ ഇളയ മോൾക്ക് അന്ന് 2.5 വയസ്സാ. അപ്പൊ എന്നെ അവൾ ഭയങ്കരമായിട്ട് കരച്ചിലായി, ഭയങ്കര വിളിയായി, പാല് കുടിക്കാനുള്ളതാ. അപ്പൊ എനിക്ക് ക്യൂവിൽ നിൽക്കാനും എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞിനെ എടുത്തും കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റുന്നില്ല. കൊച്ചിനെ എടുത്തു. അവിടെ സത്യം പറഞ്ഞ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം തീരുമാനിച്ചുറച്ചതായിരുന്നല്ലോ. അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലോട്ട് വന്നു. വരുന്ന വഴിക്കാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് 7:30 മണി ആയപ്പോ ചേട്ടനും ചോറില് ഈ വിഷം കലർത്തി ഉരുളകളാക്കി എനിക്കും തന്നു. കുട്ടികൾക്ക് ഐസ്ക്രീമില് വിഷം കലർത്തി. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയുണ്ടായി. അപ്പോ ഇതെല്ലാം കഴിച്ചു, ഞങ്ങളെല്ലാം കിടന്നു. അപ്പൊ എന്റെ മോൻ അന്ന് അധികം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ മോന്റെ നിലവിളിയും കൊച്ചിന്റെ കരച്ചിലും എല്ലാം കൂടി കേട്ട് അടുത്തുള്ളവരൊക്കെ ഓടിക്കൂടി. ഇതെന്ത് പറ്റി, സന്ധ്യ സമയത്ത് ഇങ്ങനെ കരച്ചിലും ബഹളവും ഒക്കെ, അവളവിടെ ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വന്നു നോക്കിയപ്പോ എല്ലാം അടച്ചു മൂടിയിട്ട അവസ്ഥയായിരുന്നു. അപ്പൊ ഒരു ജനലിന്റെ ഒരു പാളി തുറന്നു കിടന്നു. അങ്ങനെ ജനൽ തുറന്നു നോക്കിയപ്പോ കണ്ടത്, ഞാനും ഒരു വശത്ത് കിടക്കുന്നു, ചേട്ടൻ ഒരു വശത്ത് കിടക്കുന്നു. മോൻ അകാരണമായിട്ട് നിലവിളി, മോക്ക് പാല് കുടിക്കാനുള്ള ആ വെപ്രാളത്തിൽ അവള് കരയുന്നു. അപ്പൊ ഇതെന്തെന്നറിയാതെ എല്ലാവരും സ്തംഭിച്ചു നിന്നു. അപ്പൊ ഇതിനിടയ്ക്ക് വിളിയൊക്കെ ആയി, എന്ത് പറ്റി, കതക് തുറക്കുന്നില്ല. അപ്പൊ മോനോട് പറഞ്ഞു, മോനെ കതക് തുറക്കാൻ പറഞ്ഞിട്ട് എന്റെ കുഞ്ഞിന്, അന്ന് കുഞ്ഞല്ല, അന്ന് 5 വയസ്സേ ഉള്ളൂ. അപ്പൊ അവന് തുറക്കാൻ പറ്റുന്നില്ല. സ്റ്റൂൾ എടുത്തിട്ട് കതക് തുറക്കാൻ പറഞ്ഞിട്ട് അപ്പോഴും പറ്റുന്നില്ലായിരുന്നു. അപ്പം കണ്ടു നിന്നവർക്ക് മനസ്സിലായി ഇത് എന്തോ അപാകതയാണെന്ന്. അപ്പം ഓടിക്കൂടിയവരിൽ നിന്ന് ഒരാൾ ഓട് പൊടിച്ച് വെളിയിൽ അകത്തിറങ്ങി കണ്ട കാഴ്ച, അന്നേരം വായിക്കുട്ടി നൊരയും പതയും കിടക്കുന്ന എന്റെ ചേട്ടനെയും, പാലിന് വേണ്ടി കരയുന്ന എന്റെ മോളെയും, ബാത്റൂമിൽ പോകാൻ വേണ്ടി കരയുന്ന എന്റെ കുഞ്ഞിനെയാണ് കണ്ടത്. അപ്പൊ ഇറങ്ങി നിന്ന ആള് പറഞ്ഞു, ഇത് വിഷം കഴിച്ചതാണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അന്നേരം നാട്ടുകാരിൽ ചിലരെല്ലാരും കൂടി ചേർന്ന് എന്നെ, എന്റെ ചേട്ടനെ, 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. അപ്പോ ആദ്യം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടെ എടുത്തില്ല. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിയിൽ ചേട്ടൻ മരണപ്പെട്ടു. എന്നെ, എന്റെ കുഞ്ഞുങ്ങളെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കി. വളരെയധികം ഗുരുതരാവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. കുഞ്ഞുങ്ങളെ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് വിട്ടു. ആ സമയങ്ങളിൽ ശരിക്കും മരണത്തോട് മല്ലടിച്ച സമയമായിരുന്നു. ഡോക്ടർമാർ വിധി എഴുതി, ഭർത്താവിന്റെ കൂടെ തന്നെ ഭാര്യയും കൊണ്ട് മോർച്ചറിലോട്ട് പോകാമെന്നുള്ളത്. വീട്ടുകാരെ അറിയിക്കാവുന്നവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു.
എന്തായാലും അവിടെ അത് കഴിഞ്ഞു, ആ ദിവസം കഴിഞ്ഞു, പിറ്റേന്ന് കഴിഞ്ഞു, ഏകദേശം 1 മാസത്തോളം അവിടെ കിടക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ എനിക്ക് ഈ കഴിച്ചതിന്റെ ഫലമായിട്ട് വളരെയധികം അസ്വസ്ഥതകളും എല്ലാം എനിക്ക് പിച്ചും പേയും പറയുക, അലറി വിളിക്കുകയൊക്കെ ചെയ്യും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ വിളി എനിക്ക് അസഹ്യമായപ്പോ എന്റെ 2 കൈയും കാലും കെട്ടിയാണ് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടുവന്ന ഡോക്ടർ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് 3.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും വന്ന് എന്നെ നോക്കിയപ്പോൾ നോർമൽ സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ അത് എന്താണെന്ന് അറിയാമേ സൈക്യാട്രിസ്റ്റിനെ എന്നെ വിധേയമാക്കി. അപ്പൊ ഡോക്ടർ പല കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. മക്കളുടെ പേര്, ഭർത്താവിന്റെ പേര്, അച്ഛന്റെ അമ്മയുടെ മോളുടെ പേര് എല്ലാം ചോദിച്ചു. അപ്പൊ ഞാൻ അതിനെല്ലാം വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്റെ കൂടെ നിന്ന ചേച്ചിയോട് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ചെയ്ത് പോകാം, എന്തെങ്കിലും ഇനി ഇതാവണമെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടു. അപ്പൊ അതിന് മുൻപ് ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഇൻസിഡന്റ് നടന്ന ഭവനത്തിലോട്ട് ഈ കുട്ടിയെ കൊണ്ടുപോകരുത്, കൊണ്ടുപോയാൽ കുട്ടി വയലന്റ് ആവും, അതുകൊണ്ട് ഇഷ്ടമുള്ള ചേച്ചിമാരുടെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ മരുതൻകുഴിയിലുള്ള എന്റെ ഗീത ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കൊണ്ടുപോയത്. അവിടെ എന്നെ കൊണ്ടുപോയി. 1 ആഴ്ചയായി, 2 ആഴ്ചയായി. അപ്പൊ എനിക്ക് ഒരാളെ നേരിട്ട് കാണാനായിട്ട് അത്രയ്ക്ക് ഇതില്ല, കാരണം കണ്ണൊക്കെ അങ്ങ് മൂടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ കുട്ടികളെ ചോദിച്ചു, എന്റെ ഭർത്താവിനെ ചോദിച്ചപ്പോ അവർക്കൊന്നും പറയാൻ പറ്റിയില്ല. വീട്ടിലുണ്ട് എന്ന് ആദ്യം പറഞ്ഞു, എങ്കിലും എനിക്ക് വീണ്ടും സംശയമായി ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യം. അങ്ങനെ ചേച്ചി എന്നോട് പറഞ്ഞു, നിനക്കൊന്നും ഓർമ്മയില്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധവും ഞാൻ എവിടെയാണ് ഇരിക്കുന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഈ വിഷം കഴിച്ച സമയം, അതിനു മുൻപുള്ള സമയം എല്ലാം എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടി ചോദിച്ചു, എന്റെ ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചപ്പോ ചേച്ചി സമാധാനത്തിൽ എന്റെ പറഞ്ഞു, സമാധാനത്തിൽ ശ്രീലത എന്റെ വീട്ടിൽ ഒരു ശ്രീലത അപ്പോ സമാധാനത്തോടെ കേൾക്കണം, നിന്റെ ഭർത്താവ് മരിച്ചുപോയി, കുട്ടികൾ വീട്ടിലുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ ഒന്ന് പൊട്ടിക്കരയാൻ എനിക്ക് പറ്റിയില്ല. വാവിട്ട് നിലവിളിക്കാൻ ഒന്നിനും പറ്റാത്ത ഒരു സമയമായിരുന്നു ആ ദിവസം. ആ സമയം ആകെ കൂടി ഞാൻ മൂകാവസ്ഥയിലായി. എന്തായാലും ആ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു. വീണ്ടും 2 ആഴ്ച കൂടെ നടന്നിട്ട് വീണ്ടും റിവ്യൂവിന് ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി സാവധാനത്തിൽ ഭവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ കുട്ടി ഒറ്റയ്ക്ക് ഇരുത്തരുത്, കൂടെ ഒരാൾ വേണം, എന്തും സംഭവിക്കാം എന്നൊക്കെ ഡോക്ടർ ചേച്ചിമാരുടെ പറയുണ്ടായി. ഇപ്പൊ വീട്ടിൽ വന്നു, എന്നെ ഇൻസിഡന്റ് നടന്ന ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു വീട്ടിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് പല ഓർമ്മകളും വന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെയൊക്കെ എങ്ങനെയൊക്കെയോ അവിടെ ഓരോ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. അപ്പൊ ഓരോ ദിവസം കഴിയും തോറും എനിക്കിങ്ങനെ സംഭവിച്ചു. ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാനും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്കായി എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിനെ വേട്ടയാടി. പല സമയങ്ങളിലും ഞാൻ മരിക്കാനായിട്ട് വീണ്ടും ഒരുങ്ങിയ സമയത്തൊക്കെയും എന്നെ അത് തടുക്കും പോലെ, മരിക്കണ്ട. പക്ഷെ എന്നാൽ എന്റെ ഉള്ളിൽ എനിക്ക് മരിക്കണമെന്നുള്ള ചിന്ത. അങ്ങനെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന വിഷം എവിടുന്നാണ് വാങ്ങിയെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആ കടയിൽ പോയി ഞാൻ വാങ്ങി. അപ്പോ വിഷം കഴിച്ച് മരിക്കാന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. കുട്ടികളെ കൂട്ടിയില്ല. ഞാനിത് വാങ്ങി വെക്കുന്നത് എന്റെ സൂട്ട് കേസിൽ വെക്കുന്ന എന്റെ മോൻ കണ്ടു. അപ്പോ അത് എല്ലാരും ഉറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനും സമയത്ത് ഞാനും നോക്കിയിരുന്നു. പക്ഷെ ഞാൻ എല്ലാരും ഉറങ്ങിയതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് വന്ന് സൂട്ട് കേസ് തുറന്ന സമയത്ത് ആ സാധനം അവിടെ ഇല്ല. അപ്പൊ പുറകിൽ നിന്ന് എന്റെ മോൻ അമ്മാന്ന് വിളിച്ചുകൊണ്ട് എന്റെ തോളിൽ തട്ടിയിട്ട് അമ്മ വച്ചിരുന്ന സാധനം ഞാനെടുത്ത് എന്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെയും കൈ കൊടുത്തു. നമുക്ക് മരിക്കണ്ട അമ്മ മരിക്കണ്ട. ആ സമയം എന്റെ മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ല, മോനെ ഞാൻ ഇനി ഒരിക്കലും മരിക്കില്ല. ആ ദിവസം കഴിഞ്ഞു. പിന്നെ ഉള്ള സമയങ്ങളിലെല്ലാം മരിക്കണം എന്നുള്ള ചിന്ത തന്നെയായിരുന്നു എന്റെ മനസ്സിലെ. ഏകാന്തത ഞാൻ ഇഷ്ടപ്പെട്ടു. ഒറ്റയ്ക്കിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. കുട്ടികളെ ശ്രദ്ധിക്കാനോ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നുപോയി. വീണ്ടും മരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഈ സാധനം തന്നെ വാങ്ങി വീണ്ടും വച്ച സമയത്ത് എന്റെ കുഞ്ഞ് തന്നെ വീണ്ടും കണ്ടു. അത് വീണ്ടും എടുത്ത് വീട്ടുകാരുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടക്കവേ എന്റെ രണ്ടാമത്തെ ചേച്ചിക്ക് തിരുവനന്തപുരം പേരൂർക്കട ലാറ്റക്സ് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത്
ലഞ്ച് ടൈമിന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദൈവദാസൻ അവരോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. പേര് കരുണാകരൻ എന്നാണ്, നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്ന കരുണാകരൻ എന്നാണ്. അപ്പൊ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ സമയത്ത് എന്റെ ചേച്ചി പറഞ്ഞു, ഇതേപോലെ എനിക്ക് അറിയാലോ അണ്ണന് എന്റെ 2 കുട്ടികളും എന്റെ അനിയത്തിയും ഇങ്ങനെ ആത്മഹത്യ ചെയ്തിരിക്കുവാണല്ലോ. അപ്പൊ അവർക്ക് വീണ്ടും മരിക്കാനുള്ള തീരുമാനമാണ്. ചേട്ടൻ അണ്ണൻ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം എന്റെ ഭവനത്തിൽ വരികയുണ്ടായി. അപ്പോ അച്ഛന്റെ അമ്മ പണ്ട് നമ്മൾ ഒരു ഹൈന്ദവ കുടുംബമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോ എന്റെ അച്ഛന് ഭയങ്കര ഈ ഹൈന്ദവപരമായിട്ടുള്ള എല്ലാ ഭക്തരാണ്. അപ്പൊ അതിന്റെ ഈ യേശുവിന്റെ കാര്യം കൂടി പറഞ്ഞു വന്നപ്പോ ഒരു ആദ്യം സ്വീകരിക്കാനൊക്കെ അല്പം മടിയായിരുന്നു. എങ്കിലും ഒരു നാമത്തിലെ സുവിശേഷം അറിയിക്കാനായിട്ട് തന്നു. പറ്റാത്തൊരവസ്ഥ, ഒരാൾ വന്നാലോ ഫേസ് ചെയ്യാൻ ഒന്നിനുമില്ല. അപ്പോൾ എനിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു മടങ്ങി. അനേക സമയങ്ങളിൽ പെർമിഷൻ എടുത്ത എന്റെ ഭവനത്തിൽ വന്ന് വചനം അറിയിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങളായി, ഏകദേശം ഒരു 5 വർഷത്തോളം എനിക്ക് ദൈവവചനം പറയുകയും കൂട്ടായ്മ ഒക്കെ ചെയ്തു അദ്ദേഹം. അങ്ങനെ സുവിശേഷം കേട്ടതിന്റെ അടിസ്ഥാനത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അവിടെ എനിക്കൊരു സമാധാനം ദൈവം തന്നു സുവിശേഷം കേട്ടതിലൂടെ. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പഴയതുപോലെ ഇവിടെ റെഡി ആവണം, 2 കുഞ്ഞുങ്ങളെ നോക്കണം, പഴയതുപോലെ എല്ലാം ആകണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പൊ അന്നേരം അമ്മ പറഞ്ഞു, എനിക്കും എന്റെ 2 കൈയും എനിക്ക് പൊക്കാൻ സാധിക്കുന്നില്ല, എന്റെ മുതുകും എനിക്ക് നിമിരാൻ പറ്റുന്നില്ല. ഈ ദൈവം, ഇവൾ വിളിക്കുന്ന ദൈവം സർവശക്തനാണെന്നുണ്ടെങ്കിൽ ഞാനും ഈ ദൈവത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞു. അമ്മ അന്നൊരു സാക്ഷ്യം പറയുകയുണ്ടായി. 2002 കല്ലിയൂർ എന്ന ദേശത്ത് സ്നാനമൊക്കെ ഉണ്ടായി. ഞാനും അമ്മയും ഒരുമിച്ചായിരുന്നു സ്നാനക്കടവിൽ പോകുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഇറങ്ങാനും കയറാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ദേവദാസൻ പറഞ്ഞു, ആരും പിടിക്കേണ്ട, തനിയെ വന്നോളൂ എന്ന് പറഞ്ഞു. സ്നാനം കഴിഞ്ഞ് പുറത്തിറങ്ങി മേളിൽ കയറിയതിന് അത് അമ്മയുടെ 2 കൈയും പൊക്കുവാനും മുതുക് നിവരുവാനും ഇടയായി. ദൈവത്തിന് നന്ദി, ദൈവത്തിന് കോടി സ്തോത്രം. അങ്ങനെ അമ്മയും ഞാൻ അന്ന് കൺവെൻഷനായിരുന്നു അന്നേ ദിവസം. കൺവെൻഷനിൽ എന്റെ സാക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഭവനത്തിലേക്ക് വന്ന് 2 ദിവസമേ എന്റെ അമ്മ പിന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. ദൈവം വിളിച്ചു, അമ്മ നിത്യത്തിലേക്ക് കേൾക്കപ്പെട്ടു. പിന്നെയുള്ളത് എന്റെ അച്ഛനും എന്റെ 2 കുഞ്ഞുങ്ങളും മാത്രമായി. അപ്പോഴൊക്കെയും ഈ ദൈവദാസൻ കടന്നു വന്ന് കൂട്ടായ്മ തരികയൊക്കെ ചെയ്യും. ദൈവമക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോ അതിനുശേഷം അച്ഛന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ് 20 വർഷം ഒരേ കിടപ്പായിരുന്നു. അപ്പൊ അച്ഛൻ ആദ്യമൊക്കെ ഇതിന് എതിർപ്പായിരുന്നു. കർത്താവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അച്ഛൻ മുഖം തിരിക്കുമായിരുന്നു. പക്ഷേ ക്രമേണ അമ്മയുടെ വിയോഗത്തോടു കൂടി അച്ഛനും ഭയങ്കരമായിട്ടും വിഷമവും അച്ഛനും ആ ഒരു ഭയങ്കരമായിട്ട് സങ്കടത്തിന്റെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. ഈ ദൈവദാസന്റെ വചനം കേട്ട് വിശ്വാസ സ്നാനം ഏറ്റു, വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു കർത്താവിന്റെ അച്ഛൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി. അന്ന് സ്നാനമൊന്നും ഏൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കാലിന്റെ ബുദ്ധിമുട്ട് കാരണം. എന്നാലും വായ് കൊണ്ട് അച്ഛൻ ഏറ്റു പറഞ്ഞു. അച്ഛന് 1 വർഷത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് യാത്രയായി. പിന്നെയുള്ള ജീവിതം ഞാനും എന്റെ 2 മക്കളും മാത്രം. അപ്പൊ അച്ഛന്റെ ഒറ്റ പെൻഷനിലാണ് ഞാനും എന്റെ 2 കുഞ്ഞുങ്ങളും, എന്റെ അമ്മയും അച്ഛനും എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തീർത്ത് ഒറ്റപ്പെട്ട ഒരവസ്ഥ. ദൈവമക്കൾ അന്നേരം ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വേണമല്ലോ, കയ്യില് കുട്ടികൾക്ക് ആഹാരം വെച്ച് കൊടുക്കണം, എന്റെ കാര്യങ്ങൾ നോക്കണം, അതിനെല്ലാം ഒരു അവസരം വേണമല്ലോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ഇറങ്ങി. അന്നൊക്കെ വിധവമാർക്ക് എംപ്ലോയ്മെന്റിൽ നിന്ന് 6 മാസം കൂടുമ്പം കാർഡ് വരും. അങ്ങനെ 6 മാസം കൂടുമ്പോഴുള്ള ഇതില് ആദ്യമായിട്ട് എനിക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി, പിയൂണായിട്ട്. അത് കിട്ടിയ കാശെല്ലാം സ്വരൂപിച്ച് ഇനിയും വേണമല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ. അപ്പൊ കുട്ടികളുടെ പഠനം, വിദ്യാഭ്യാസം, അവരുടെ ആഹാരം എല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കുട്ടികളെയൊക്കെ വളർത്തി. കുട്ടികളെയൊക്കെ അന്ന് അതിനു മുൻപ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വഞ്ചിയൂര് സ്റ്റീഫൻ റൊസാരിയോ സാറിന്റെ ഓഫീസിൽ ടൈപ്പിസ്റ്റ് ആയിട്ട് ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി. അങ്ങനെ ജോലി ചെയ്തു. അതും കഴിഞ്ഞ് അങ്ങനെ പല ജോലികളും, പ്രൈവറ്റ് ആയിട്ടുള്ള പല ജോലികളും ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി. ദൈവം അത്ഭുതകരമായിട്ട് എന്നെ എന്റെ 2 മക്കളെയും കൂട്ടായ്മയിലൂടെ ഒക്കെ തന്നു. ദൈവം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവിടെയൊക്കെയും വലിയവ ചെയ്തു.
അപ്പം ഈ വിയോഗം എനിക്ക് എല്ലാം മറന്നു. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വളർത്തണം, പഠിപ്പിക്കണം, അവരെ നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ളത്. എന്നാലും എന്റെ കഴിവിനനുസരിച്ച്, എന്റെ പ്രാപ്തിക്കനുസരിച്ച് കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം 2004 തൊട്ട് 2002 ഞാൻ സ്നാനം ഏൽക്കുന്നത്. 2002 തൊട്ട് 2015 വരെയും ജോലികളിലൊക്കെ പല ജോലികളും ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി. 2021 എനിക്ക് അതിനു മുമ്പ് എനിക്ക് ഭജനം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 2021 കോവിഡ് സമയത്ത് പഠിക്കുവാനായിട്ട് ദൈവം ഒരു ഭാഗ്യം തന്നു. ഞങ്ങളുടെ സഭ, ഞാൻ കടന്നു പോകുന്ന സഭ തിരുവനന്തപുരത്തുള്ള മണ്ണന്തലയിലുള്ള ഹൗസ് ഓഫ് പ്രേയറിലാണ്. പാസ്റ്റർ പേര് സാം ടി വർഗീസ്. അപ്പം ഞങ്ങളുടെ സഭയില് സോളോ ഫിലിപ്പ് സാറ് ഇങ്ങനെ കടന്നു വന്ന് പറയുകയുണ്ടായി, 1 വർഷത്തെ കോഴ്സ് ഉണ്ട്, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചേരാം. അങ്ങനെ എനിക്ക് ദൈവത്തിന്റെ കൃപയാല് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ വഴി പഠിക്കുവാൻ ദൈവം കൃപ തന്നു. 1 വർഷത്തെ കോഴ്സ് 2021 പഠിച്ചു. 2022 ഗ്രാജുവേഷൻ നടന്നു. അപ്പൊ എനിക്ക് ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് കർത്താവിന്റെ വേല ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. സുവിശേഷ വേലയായിരുന്നു നമ്മുടെ സഭയോടനുബന്ധിച്ച് സുവിശേഷ വേല 2015 വരെ ചെയ്തു. അപ്പൊ അതിനുശേഷം കോവിഡ് വന്നു. കോവിഡ് സമയത്ത് എങ്ങും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയി. വചനം പഠിക്കാൻ ഇടയായി. ഇതിനിടയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കുവാനും നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. ഇംഗ്ലീഷ് സംസാരിക്കാനും ഹിന്ദിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വിഷയങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ പഠിക്കാൻ ദൈവം കൃപ തന്നു. എന്നാലും സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ. പറയുന്നത് മനസ്സിലാകും എന്നല്ലാതെ എനിക്കറിയില്ല. എന്നാലും ദൈവം ഭാഗ്യം തന്നു. 2 പ്രാവശ്യം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ കൃപ തന്നു. ദൈവത്തിന് കോടി നന്ദി. അതും കഴിഞ്ഞു. അപ്പോ ഞാൻ ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ ഞാൻ ഒരു പ്രാവശ്യം ജോലി ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീഴുകയുണ്ടായി. അപ്പൊ അന്നേരം കാല് എക്സ്റേ എടുത്തപ്പോ പൊട്ടലുണ്ടായിരുന്നു ആ സമയത്ത് 2010. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് വീണ്ടും കുട്ടികൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എല്ലാം അധ്വാനിക്കാൻ വേണ്ടി എന്റെ ശരീരം നോക്കാതെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് വട്ടം 2022 ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. പിന്നെ സഭയില് ആരാധനയ്ക്കായിട്ട് കടന്നുപോയി. ആരാധന കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു ജെയിംസ് സാർ എന്ന് പറയും, ഞങ്ങളുടെ ദേവദാസൻ. അപ്പം അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി, നമുക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കണമല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ വഴികളും ഞാൻ നോക്കി. ആയുർവേദം, അലോപ്പതി, അക്യുപഞ്ചറാ സാർ ചോദിച്ചത്. ദൈവത്തിന്റെ കൃപയാല് അദ്ദേഹം വീണ്ടും എന്നെ ആറ്റുകാൽ ഒരു ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ അമ്മയെ സമ്മതിക്കണം, ഇത്രയും കാരണത്തൊന്നും ഇല്ല, നടക്കുന്നതിന് അത്ഭുതമായിരിക്കുന്നു, ഇത് ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോ എന്നെ സംബന്ധിച്ചാണെങ്കിൽ അറിയാമല്ലോ, ഒരു ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. കർത്താവിൽ മാത്രം ഞാൻ ആശ്രയം വെക്കുന്ന ഒരു മകളാ. അപ്പൊ എല്ലാ അപ്പൊ 4 ലക്ഷം രൂപ വേണം കാല് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അപ്പൊ സഭയിൽ കടന്നു വന്ന ഹോസ്പിറ്റലായിരുന്നു. ഡോക്ടർ അലക്സ് സാറാണ് എനിക്ക് ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 10 മാസമായി വീട്ടിലാണ് ഞാന്. ദൈവത്തിന്റെ കൃപയാല് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ദൈവം എല്ലാത്തിനും വലിയവനായ ദൈവം കൂടെ ഉള്ളതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദൈവം എന്റെ ദൈവം എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയില്ല. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി. 2 കുഞ്ഞുങ്ങള് അവര് വളർന്നു, അവർക്ക് ഓരോ കുടുംബങ്ങളായി, അവർക്ക് ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം കൊടുത്തു. അപ്പൊ ഞാൻ താമസിക്കുന്ന എന്റെ മക്കളോട് കൂടിയാണ് ഞാൻ താമസിക്കുന്നത്. ദൈവകൃപയാൽ ആരാധനയ്ക്കെല്ലാം കടന്നു പോകുന്നുണ്ട്. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി കർത്താവിന്റെ വേല എനിക്ക് വീണ്ടും തുടർന്ന് ചെയ്യണം. ചെയ്തുകൊണ്ടിരുന്ന ജോലി വീണ്ടും ചെയ്യണം. എനിക്ക് എന്റെ ഒരേ ഒരു ആഗ്രഹം, ഞാൻ സ്വസ്ഥമായി എന്റെ കഷ്ടതയിലും എന്റെ രോഗത്തിലും ദുഃഖത്തിലും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും എല്ലാം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിറകെ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ളത്. എല്ലാത്തിനും ഓരോ ദിവസവും ദൈവത്തിന് നന്ദിയല്ലാതെ എനിക്കൊന്നും പറയുവാനില്ല. ആത്മഹത്യ ഒന്നും പരിഹാരമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എല്ലാത്തിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മെ കണ്ടു, ഓരോ മക്കളെ. ആ ദൈവം ഇന്നും ജീവിക്കുന്നു.
ഈ ജയലക്ഷ്മി എന്ന എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഹല്ലേലൂയ. വലിയനായ ദൈവം അനേക മക്കളെ ദൈവത്തിന്റെ സന്നിധിയിൽ കടഭാരമോ ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ല. കർത്താവിന്റെ അടുക്കൽ വന്ന കർത്താവ് നിത്യജീവൻ തരുന്ന സത്യദൈവവും നിത്യജീവൻ തരുന്ന ദൈവമാണ് നാം വിളിക്കുന്നത്. ആ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ജീവനുള്ളവരായി നമുക്ക് ഓരോ ദിനവും ജീവിക്കാം. ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എന്റെ സാക്ഷ്യം ദൈവമേ ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലേക്ക് തന്നു പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം നമ്മെ പുലർത്തി. ദൈവത്തിന് കോടി നന്ദി. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാനും പ്രാർത്ഥിക്കാം. ദൈവത്തിന് കോടി നന്ദി, സ്തോത്രം. സിസ്റ്ററെ ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ വീട്ടിലെ അമ്മയുടെ മരണശേഷം അച്ഛന് വിശ്വാസത്തിൽ വന്നോ? അച്ഛൻ വിശ്വാസം ഏറ്റു പറഞ്ഞു. അച്ഛൻ വിശ്വാസം ഏറ്റു പറഞ്ഞു. അതെ, ആദ്യമൊക്കെ എതിർപ്പായിരുന്നു. അതെ അതെ അതെ. ഇനി മറ്റാരെങ്കിലും വിശ്വാസത്തിൽ വന്നിട്ടുണ്ടോ? എന്നോടൊപ്പം എൻ്റെ അമ്മയും കൂടെ വന്നു. പിന്നെ അതിനുശേഷം എനിക്കൊരു സഹോദരനുണ്ട്. എനിക്ക് മുൻപേ കർത്താവ് കണ്ട ഒരു മകനാണ്. ഞങ്ങൾ 7 മക്കളില് എനിക്കും എൻ്റെ സഹോദരനും ഭാഗ്യം തന്നു. വലിയവനായ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്താനും എല്ലാം ദൈവം കൃപ തന്നു. ചേറ്റിലായിരുന്ന എന്നെ കർത്താവ് കരം പിടിച്ച് ഉയർത്തി. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട ഭവനം പോലെ കർത്താവ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് കോടി നന്ദി. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും കർത്താവ് കൂടെയുണ്ട്. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ദൈവം കണ്ടവരെ എത്ര മരണത്തിന് ഏൽപ്പിച്ചാലും വേദപുസ്തകം പറയുന്നത് നിങ്ങൾ മരണകരമായുള്ള അനുഭവത്തിലൂടെ വിഷം കഴിച്ചാലും നിങ്ങളെ മരണം തീണ്ടുകയില്ല എന്ന് ദൈവവചനം പറയുന്നു. കർത്താവ് സിസ്റ്ററെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും മരണത്തിൽ നിന്ന് കർത്താവ് ഉദ്ധാരണം നൽകി വിടുവിച്ചത്. പക്ഷെങ്കിൽ ഇപ്പോഴും നമുക്ക് മറക്കാത്ത വേദനകൾ ഉള്ളിന്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുമ്പോൾ പലപ്പോഴും ശാരീരികവും മാനസികവുമായിട്ട് അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും ഇന്ന് ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല എന്ന് മറ്റുള്ളവരോട് സാക്ഷിക്കുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരോട് ഒരു വാക്കും കൂടെ പറയാൻ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇന്ന് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന പലരും ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുകയും ആത്മഹത്യ ചെയ്ത് ജീവിക്കുകയും ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഹസ്ബൻഡ് മരിച്ചുപോയി, അതിന്റെ ദുഃഖം ഇന്നും താങ്ങാനാവാതെ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുമ്പോൾ അല്പം കാര്യങ്ങളാണെങ്കിലും അതിനെ സോൾവ് ചെയ്ത് മുൻപോട്ട് പോകാമായിരുന്നു. പക്ഷെങ്കിൽ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ദൈവം ജീവനോടെ ആക്കിയിരിക്കുന്നത് ഇന്ന് അനേകർക്ക് ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കാനാ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് അതിനെപ്പറ്റി സിസ്റ്റർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അതുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് കഷ്ടതയിലും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിന്റെയും നടുവിൽ ആത്മഹത്യ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദൈവത്തിന്റെ അടുക്കൽ ഓടി വന്നു ദൈവസന്നിധി മുഴങ്കാൽ മടക്കി ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അപ്പാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എല്ലാത്തിനും പരിഹാരദായകനായ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ആ ഒരു ചിന്ത എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതിനെല്ലാം മറികടക്കാൻ പറ്റും. ഇന്ന് ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് എന്നെ ദൈവം ഇവിടെ നിർത്തിയെങ്കിൽ അന്ന് എനിക്ക് ആരും പറഞ്ഞു തരാനില്ല. എങ്കിലും വലിയവനായ ദൈവം എന്നെ കണ്ടു. ഇന്ന് എന്റെ പ്രേക്ഷകരോട് പറയേണ്ടത്, ഓടി വരിക, ദൈവസന്നിധിയിൽ ഓടി വരിക. നമ്മുടെ കണ്ണുനീര് കണ്ട് മറികടക്കാത്ത ദൈവമാണ് ഞങ്ങളുടേത്. കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമാണ്. തീർച്ചയായിട്ടും ദൈവം എല്ലാവരെയും കർത്താവ് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും വിളിച്ചിട്ട് ദൈവസന്നിധി വിളിച്ചിട്ടുണ്ട്. ആരും കർത്താവ് ദോഷമായിട്ട് ഒന്നും ചെയ്യില്ല. വലിയവനായ ദൈവത്തിന്റെ സ്നേഹം കടന്നു വന്ന ആ ദൈവം നമ്മെ ഓരോ മക്കളെയും രക്ഷിക്കും. തീർച്ചയായിട്ടും രക്ഷിക്കും. ഞാൻ ചിന്തിക്കുകയായിരുന്നു പലപ്പോഴും ഇതുപോലെ അനേകര് നിസ്സാര കാര്യത്തിന് വേണ്ടിയാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്, അല്ലേ? പക്ഷെങ്കില് അവരുടെ ആത്മാവ്
നിത്യമായ യാതനയിലേക്ക് പോകുന്നു എന്നുള്ളത് അവരറിയുന്നില്ല. അപ്പോൾ ലോകത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം നൽകും എന്നുള്ളൊരു വിശ്വാസം അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആത്മഹത്യാ ശ്രമം നടത്തത്തില്ല. ഇന്ന് അങ്ങനെ ഇതൊന്നും അറിയാൻ കഴിയാത്ത അനേക ആയിരങ്ങൾ, കോടാനുകോടി ജനങ്ങൾ ഈ ഭൂപരപ്പിൽ ജീവിക്കുന്നുണ്ട്. അവരൊക്കെയും ഒരു പക്ഷെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദേശം വിട്ടുപോകുന്നു, ഭവനം വിട്ടുപോകുന്നു, ഇല്ലേ? ഇങ്ങനെ പല വിധത്തിലൂടെ അവർ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രക്ഷപ്പെടിൽ എന്ന വണ്ണമാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും നിസാര കാര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എങ്കിലും അത് മാത്രമല്ല, ഒരു പ്രാവശ്യം ജീവൻ രക്ഷപ്പെട്ടിട്ട് വീണ്ടും 2-3 പ്രാവശ്യങ്ങൾ വീണ്ടും ഇതിനു വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തത്, അല്ലേ? ഇത് തീർച്ചയായിട്ടും ഒരു ടെൻഡൻസിയാണ്. ഞാൻ ഈ അനുഭവ സാക്ഷ്യം കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തിയത് ഇതുപോലെ ഇതൊരു ടെൻഡൻസിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാകട്ടെ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാകട്ടെ, നിങ്ങളുടെ മൈൻഡിനെ ദൈവസന്നിധിയിൽ കൺട്രോളിങ് ചെയ്യുക. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ കൺട്രോളിങ് എല്ലാം ഏറ്റെടുക്കും. എന്നാൽ ഒരു മനുഷ്യനെ താങ്ങുന്നതിനപ്പുറമായിട്ടൊരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ അതിനാരും ഒരു സപ്പോർട്ട് ചെയ്യുവാനില്ലാതെയും ആരും ഒരു നല്ല വാക്കിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ ഇല്ലാതെയും വരുമ്പോൾ പലപ്പോഴും എന്തിനാണ് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്, മറ്റുള്ളവർക്ക് ഭാരമാണോ, എന്റെ ജീവിതം കൊണ്ട് ആർക്ക് നേട്ടമുണ്ടാകും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും ഭാരപ്പെടുമ്പോൾ, ഇവിടെ ഇന്നത്തെ ഈ സാക്ഷ്യത്തിൽ കൂടി എനിക്കും പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ മദ്യപാനമോ, അതേ ലഹരി മരുന്നുകൾക്ക് അടിമയാകുകയോ, പുകവലിയോ, അതേ ആത്മഹത്യ ടെൻഡൻസിയോ, ജീവിതത്തിൽ ഏത് വിധത്തിലുള്ള ഭാരങ്ങളുമായി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതാരാണ് പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. അധ്വാന ഫലത്തെ കിട്ടാതെ നിരാശയുടെ പടുകുഴിയിലേക്ക് ജീവിതം തള്ളിയെറിയുമ്പോൾ എങ്ങനെ മുന്നേറണമെന്നറിയാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് ഈ സാക്ഷ്യം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതം നിരാശയിലേക്ക് തള്ളപ്പെടുവാനുള്ളതല്ല. നിങ്ങൾക്ക് മുന്നോട്ടൊരു കുതിപ്പുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ നമ്മിലേക്ക് ഉൾവലിവ് കാണിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആരുമില്ല എന്നുള്ള ചിന്ത വരുന്നത്. നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങി നോക്ക്, എത്രയോ നമ്മെ സഹായിപ്പാനും സ്നേഹിക്കുവാനും മനസ്സുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ നടുവിൽ നാം നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാൽ നാം എത്ര പേർക്ക് കടക്കാരനായി മാറേണ്ടി വരുമില്ലേ? കുഞ്ഞുങ്ങളെയും കൂട്ടി ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടം കൊണ്ട് തീരുന്നില്ല. അതിന്റെ പിൻപിൽ എത്രയോ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കർത്തദാസിയുടെ ശാരീരികമായ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇന്ന് എന്നെ സദയം കേൾക്കുന്ന ഈ സാക്ഷ്യം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് തുനിയരുതേ എന്ന് ദൈവനാമത്തിൽ വീണ്ടും വീണ്ടും ആത്മാർത്ഥയോടെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. മാത്രമല്ല, ഈ സാക്ഷ്യം ചില ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ട് ഇതുപോലെ നിരാശയിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. കാരണം അവരുടെ ജീവിതം ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ വിടുവിക്കപ്പെടുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. ഒരിക്കൽ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഇങ്ങനെ ട്രാക്റ്റുകൾ കൊടുത്ത വഴിയോരങ്ങളിലൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വളരെയധികമായിട്ട് നിർബന്ധിച്ചു, നീ ഈ വീട്ടിലേക്ക് കയറി ചെല്ലണം, ഈ വീട്ടിലേക്ക് കയറി ചെല്ലണം. എനിക്ക് ഭയങ്കര മടിയായിട്ട് തോന്നി. എങ്കിലും വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളത്തിൽ ഹേമം തന്നു. ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ കഥകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ കോളിംഗ് ബെൽ അടിക്കുവാൻ തക്കവണ്ണം ഇടയായി. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരാൾ ഇറങ്ങി വന്നു. എന്താ വന്നതെന്ന് വളരെ ഗൗരവത്തോടെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ട്രാക്റ്റ് തരുവാനായിട്ട് വന്നതാ. ട്രാക്റ്റ് കൊണ്ടുപോ, എനിക്കിതൊന്നും വേണ്ട. ഇവിടെ മനുഷ്യൻ മനസമാധാനമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയുവാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു ട്രാക്റ്റ്.
ആ ഒരു വാക്ക് എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, ജീവിതം അവസാനിപ്പിക്കുവാൻ പോകുന്നുവോ? എന്താ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കാര്യം? നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല സഹോദര, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനും എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചതാണ്. ഞാനും ആത്മഹത്യ ചെയ്ത് ഈ ലോകത്ത് നിന്നും എന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ട്. ഞാൻ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുവാൻ ഇടയായി. എന്നിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഈ കോളിംഗ് ബെൽ അടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമായിരുന്നു. കാരണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് മരിക്കണം. ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എനിക്ക് സമാധാനം അനുഭവിക്കുവാൻ പറ്റാത്ത വിധത്തിലായതുകൊണ്ട് എനിക്ക് ജീവിച്ചിരിക്കുവാൻ താല്പര്യമില്ല. എന്റെ ഭാര്യ, എന്റെ മക്കൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഈ മുന്നോട്ട് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ സാവധാനതയിൽ അദ്ദേഹത്തോട് സുവിശേഷം അറിയിച്ചു. പ്രിയ സ്നേഹിതരെ, അദ്ദേഹം തന്റെ മരണത്തിന്റെ അനുഭവത്തിൽ നിന്നും പിന്തിരിയപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ആത്മാർത്ഥയോടെ പറയുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമാകണം. എല്ലാവരും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരല്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാത്തവർക്കും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർക്കും ദൈവം വലിയവനാണ്, ദൈവം വിശ്വസ്തനാണ്. ദൈവകൃപയിൽ ആശ്രയിപ്പാൻ താല്പര്യപ്പെടുന്നവരെയും ദൈവം സ്നേഹിക്കുന്നവരെയും ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഇനി സാക്ഷ്യം കേൾക്കുന്ന ആരും നിരാശപ്പെട്ടു പോകരുതേ. അനേക ജീവിതങ്ങൾക്ക് ഒരു ഉദ്ധാരണം ഇതിലൂടെ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. കർത്താവിന്റെ ദാസി അനുഗ്രഹീതമായ നിലയിൽ തന്നെ വിടുവിച്ച വിധങ്ങൾ, ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം ഇടയാക്കിയ വിധങ്ങൾ ഒക്കെ സംസാരിപ്പാൻ ഇടയായി. തനിക്ക് ശാരീരികമായി പല ബലഹീനതകളുണ്ട്. ആകയാൽ പല കാര്യങ്ങളും തന്റെ ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിൽ പലതും തനിക്ക് തുറന്നു പറയുവാനും കഴിയാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ദാസിക്കും കുടുംബത്തിനും തന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്തദാസിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് സ്തോത്രം. കർത്തദാസിയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. അനേക ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അതിന്റെയൊക്കെയും നടുവിൽ തന്റെ ദാസിയെ അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, അമിത ബലം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് അടിയൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവഹിതം ദാസിയുടെ ജീവിതത്തിന്റെ മേൽ പിന്നെയും നിവർത്തിക്കണമേ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, അനുഗ്രഹിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കുടുംബമായി കർത്താവരെ സഹായിച്ചാട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. ദൈവമേദാസിക്ക് ആരോഗ്യവും ബലവും ശക്തിയും ദീർഘായുസ്സും കൊടുത്ത് കർത്താവിന് വേണ്ടി അധികമായി തന്റെ ആഗ്രഹം പോലെ പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.